ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് തായ്ലൻഡിലോട്ടാണ്. തായ് ലയൺ എയർ എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇത്രയും കാലം സൗദിയിലാണ് വളർന്നതെങ്കിലും ഞാൻ ഇങ്ങനൊരു ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനൊരു ഫ്ലൈറ്റ്. ചെറിയൊരു ഫ്ലൈറ്റാണ്, 3 സീറ്റ്സ് ഈ സൈഡിലും 3 സീറ്റ്സ് ആ സൈഡിലും, അങ്ങനെ ചെറിയൊരു ഫ്ലൈറ്റാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്. വെക്കേഷന് വന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് കാണുന്നൊരു വ്യൂ ഇങ്ങനെയായിരിക്കും, ഒരു ഗ്രീനറി. പിന്നെ അവിടെയുള്ള ഹൗസസൊക്കെ ഏകദേശം സെയിം ഒരു റൂഫ് ടോപ്പാണ് വരുന്നത്. ഒരുപോലെ ഇരിക്കും ഓരോന്ന് കാണുമ്പോഴും. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ട്രാവലിംഗ് ടൈം കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ബാത്റൂമിൽ പോയില്ല. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആണ് ബാത്റൂമിൽ പോയത്. അപ്പോൾ ഇക്കാന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മൂദിയുടെയും പാമ്പേഴ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപോഡ് അവിടെ വെച്ച് ഞാൻ മറന്നുപോയി. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ട്രൈപോഡായിരുന്നു. അത് ഞാൻ അവിടെ ഇരിക്കുന്ന സീറ്റിൽ വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു പറഞ്ഞു. ടോയ്ലറ്റ് പേപ്പേഴ്സാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് WC അല്ലാത്തൊരു വാഷ്റൂമിൽ പോണത്, ബാത്റൂമിൽ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പേരെല്ലാം ബോർഡിലെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ സ്പൾബറെത്തി. നമ്മളതിൽ നമ്മുടെ ലഗേജ് എല്ലാം വെച്ച് യാത്ര തുടരുകയാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ അന്നത്തെ ഒരു ഐറ്റിനറിയിലോട്ട് പോകുന്നത്. ട്രാവൽ ഐറ്റിനറി ഒരു പ്ലേസേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അത്രയും നമ്മൾ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, കാരണം വേറൊരു എക്സ്പീരിയൻസ് ആണ്, വേറൊരു രാജ്യമാണ്. അവിടുത്തെ ട്രഡീഷൻ, കൾച്ചർ എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ റോഡിൽ ആരും അത്ര റഷായിട്ടല്ല ഓടിക്കുന്നത്, ആരും ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടില്ല. അപ്പോൾ അത്ര സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ ടെലിടബീസ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരും മറക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലെ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് കാർട്ടൂൺസ് ആയിരുന്നു അത്. അതിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം എനിക്ക് ഇപ്പോഴും ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അറിയാലോ, ആ ഒരു ടൈം ആകുമ്പോൾ വന്ന് TV-യുടെ മുന്നിലിരിക്കും. അത്രയും ഫേവറേറ്റ് ആയിരുന്നു. നമ്മൾ കസിൻസുകളൊക്കെ തമ്മിൽ പറയും, ആ ക്യാരക്ടർ നീയാണ്, ട്വിങ്കിങ്കി നീയാണ്, ജിപ്സി ഞാനാണ്. അങ്ങനെ നമ്മളത് അത്രയും ആസ്വദിച്ച് കണ്ടൊരു കാർട്ടൂൺ ആയതുകൊണ്ടാവാം ഇപ്പോഴും അതിൻ്റെ നെയിംസൊക്കെ ഓർത്ത് വയ്ക്കുന്നത്. ഇത് അവരുടെ ട്രഡീഷണൽ ഡാൻസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എല്ലാം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ്, അവരുടെ ട്രഡീഷണൽ ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടൂറിസ്റ്റിന്, എനിക്ക് തോന്നുന്നു ഈ ഒരു രാജ്യത്തിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രാഫ്റ്റ് എല്ലാം അവരുടെ ഒരു ഡ്രസ്സസ് ആയാലെല്ലാം ഇത് തായ്ലാൻഡിലെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിലാണത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ റിവർ സംതിങ് എന്തോ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിൽ കയറുവാണ്. നല്ല കാറ്റാണല്ലോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരു പച്ച ഇതെന്താണ് പച്ചപ്പ്. പാടില്ല, കൈക്കട വീഴും, അതിലേക്ക് വീഴും. നമ്മളിങ്ങനെ വരുന്നത് എടുക്കേണ്ടി വരും. എവിടെ ഒരു പാലം, നല്ല സ്റ്റെപ്സ് ആയിരിക്കില്ലേ, കയറാനാണോ?
അതല്ല സൈഡ് കൂടെ നടന്ന് ഇങ്ങനെ പോവാലേ. ഇവിടെ ഒരു ഫോർട്ടാണെന്ന് തോന്നുന്നു. അവിടെ റോഡാണല്ലേ. ഇതാ അവിടെ നിൽക്കുന്നൊക്കെ ഒരാളടിയില്ലേ. ഞങ്ങൾ ഇറങ്ങിയ ബോട്ടാണിത്. ബബിൾ ടീ, ക്രോക്കഡൈൽ ബാർബിക്യൂ. ഇതാണ് കണ്ണേ കഴിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് പട്ടായ ബീച്ചിലാണ്. പട്ടായയിലെ ഒരുപാട് കാഴ്ചകളുമായിട്ട് എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണിക്കാം നെക്സ്റ്റ് വ്ളോഗിൽ. അപ്പോൾ സീ യു, ബൈ.